വെൽക്കം ടു ലേണിനോ. ഇന്ന് നമ്മൾ കമ്മ്യൂണിക്കേഷൻസ് എന്ന ടോപ്പിക്കിൽ MCQ സെറ്റ് 2 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ഓഫ് വൈറ്റ് നോയ്സ്. അപ്പൊ അതിന്റെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് വേരീസ് ആസ് സ്ക്വയർ റൂട്ട് ഓഫ് ഫ്രീക്വൻസി, വേരീസ് ആസ് ഇൻവേഴ്സ് ഓഫ് ഫ്രീക്വൻസി, വേരീസ് ആസ് സ്ക്വയർ ഓഫ് ഫ്രീക്വൻസി, ഈസ് കോൺസ്റ്റന്റ് വിത്ത് ഫ്രീക്വൻസി. അപ്പൊ അങ്ങനെ 4 ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ വൈറ്റ് നോയ്സിന്റെ ഡെഫിനിഷൻ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ അതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? എന്തെന്നാ പഠിച്ചിരുന്നത്? പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ഓഫ് വൈറ്റ് നോയ്സ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വിത്ത് ഫ്രീക്വൻസി. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. സോ ഓപ്ഷൻ ഡി is the correct answer. Important ആണ്. The power spectral density of white noise is constant with frequency. The second question നമുക്ക് നോക്കാം. Noise figure of an RF amplifier when operated at radio frequency with noise temperature 150K will be. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? നോയ്സ് ഫിഗർ ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്തൊക്കെ തന്നിട്ടുണ്ട്? നോയ്സ് ടെമ്പറേച്ചർ 150K എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ എഫക്റ്റീവ് നോയ്സ് ടെമ്പറേച്ചറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് T ഈക്വൽ ടു F-1 ഇൻറ്റു T നോട്ട്. അപ്പോൾ T ഈക്വൽ എന്ന് പറയുന്നത് എന്താണ്? എഫക്റ്റീവ് നോയ്സ് ടെമ്പറേച്ചർ ആണ്. T നോട്ട് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആണ്. അപ്പൊ നമ്മുടെ നോയ്സ് ഫിഗർ F. അപ്പൊ ഈ ഒരു ഫസ്റ്റ് ഇക്വേഷന് നമുക്ക് എഫിന്റെ ഇക്വേഷൻ എടുത്തെഴുതാം. F is equal to T equivalent by T naught plus 1. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ആൻസർ 1.52 എന്ന് കിട്ടും. അപ്പൊ അതിന്റെ ഓപ്ഷൻ ആൻസർ ബി ആയിരിക്കും. Third question, the input autocorrelation function of RC filter which is subjected to a white noise of spectral density N0 by 2 is. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് നമുക്ക് തന്നിരിക്കുന്നത് N0 into del of tau, N0 by 2 into del of tau, minus N0 into del of tau, minus N0 by 2 into del of tau. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഇൻപുട്ട് ഓട്ടോകോറിലേഷൻ ഫംഗ്ഷൻ ഓഫ് RC ഫിൽട്ടർ എന്തായിരിക്കുന്നത്? എങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ തന്നിരിക്കുന്നത്? വൈറ്റ് നോയ്സിന്റെ സ്പെക്ട്രൽ ഡെൻസിറ്റി, പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി N0 by 2 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ വൈറ്റ് നോയ്സിന്റെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വൈറ്റ് നോയ്സിന്റെ ഓട്ടോകോറിലേഷൻ ഫംഗ്ഷൻ എന്തായിരിക്കും, സ്പെക്ട്രൽ ഡെൻസിറ്റി എന്തായിരിക്കും എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ജസ്റ്റ് നോക്കുക. അപ്പോൾ ഇൻപുട്ട് ഓട്ടോകോറിലേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് N0 by 2 into del of tau ആയിരിക്കും. എങ്ങനെയാണെങ്കിൽ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി N0 by 2 എന്ന് നമുക്ക് തരുകയാണെങ്കിൽ the input autocorrelation function എന്ന് പറയുന്നത് N0 by 2 into del of tau ആയിരിക്കും. അപ്പൊ ആൻസർ ഇവിടെ ഓപ്ഷൻ ബി ആണ്. Fourth question, output Z of t is related to input y of t as y is equal to root of z and probability density function of the input p of y is equal to e raised to minus y, 0 less than y less than infinity, p of y is equal to 0 minus infinity less than y less than 0, probability function will be. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ഇവിടെ Z of t ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇൻപുട്ട് y of t ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻ എന്താണ്? y is equal to root of z. അപ്പോൾ നമുക്ക് ഇൻപുട്ടിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, അതിന്റെ ലിമിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണേണ്ടത് എന്താണ്? പ്രോബബിലിറ്റി ഫംഗ്ഷൻ. ഇത് സിമ്പിൾ ആണെന്ന് എല്ലാവർക്കും പെട്ടെന്ന് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ സൊല്യൂഷൻ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് കാണേണ്ടത് എന്താണ്? P of y കാണണം. P of y കണ്ടിട്ട് P of z കാണണം. പക്ഷെ നമ്മുടെ പ്രോബബിലിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഔട്ട്പുട്ടിന്റെ അല്ലേ കാണണ്ടേ? അപ്പോൾ P of z ആയിരിക്കും. P of y is equal to e raised to minus y. വൈയുടെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. y is equal to root z ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് P of y കാണുക. അതുപോലെ P of z കണ്ടുപിടിക്കുക. P of z എന്താണ്? P of y into dy by dz. അപ്പൊ അതിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എന്താണ്? e raised to minus root z by 2 root z എന്ന് കിട്ടും. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. Fifth question, what is the spectral density of random process whose autocorrelation is e raised to minus 2 alpha tau? നമ്മുടെ ഓപ്ഷൻസ് 4 alpha by omega square plus 4 alpha square, 4 alpha by omega square minus 4 alpha square, alpha by omega square plus alpha square, alpha by omega square minus alpha square. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ ജസ്റ്റ് നോക്കാം. അതായത് നമുക്ക് സ്പെക്ട്രൽ ഡെൻസിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്, തന്നിട്ടുള്ളത് ഓട്ടോകോറിലേഷൻ ആണ്. ഇപ്പൊ നമ്മൾ ഓട്ടോകോറിലേഷനും പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിയും തമ്മിലുള്ള റിലേഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരുന്നു അല്ലേ? എന്താണ് ഓട്ടോകോറിലേഷൻ തന്നാൽ
നമുക്ക് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി കാണാനായിട്ട് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷന്റെ ഫോറിയർ ട്രാൻസ്ഫോം കാണണം. ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ തന്നിട്ട് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി കാണാനായിട്ട് നമ്മൾ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷന്റെ ഫോറിയർ ട്രാൻസ്ഫോം കാണണം. സോ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു -infinity to infinity e raised to -2 alpha to e raised to -j2 t2. അപ്പൊ അതിന്റെ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 alpha by omega square plus 4 alpha square എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. Sixth question, Fourier transform of a Gaussian time pulse is options uniform, a pair of impulses, Gaussian, Rayleigh. അപ്പോൾ ഒരു ഗോസിയൻ ടൈം പൾസിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം എന്തായിരിക്കും? ഗോസിയൻ തന്നെ ആയിരിക്കും. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി. Last question, the autocorrelation function Rx of tau satisfies which of the following properties? അപ്പോൾ ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. Rx of tau is equal to minus Rx of tau, Rx of tau is equal to Rx of -2, Rx of tau greater than or equal to Rx of 0, Rx of tau greater than or equal to 1. അപ്പോൾ നമ്മൾ ഓട്ടോകോറിലേഷന്റെ പ്രോപ്പർട്ടീസിന് നമ്മൾ സെപ്പറേറ്റ് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും പഠിക്കണം. അപ്പോൾ നമുക്ക് ആ ഒരു പ്രോപ്പർട്ടീസ് ഈ ഒരു ഓപ്ഷൻസ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. എന്താണ് ഓട്ടോകോറിലേഷൻ എന്ന് പറയുന്നത്? ഒരു ഈവൻ ഫംഗ്ഷൻ ആയിരിക്കും. അപ്പൊ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആ ഒരു ഇക്വേഷൻ പറയുന്നത് എന്താണ്? Rx of tau is equal to Rx of -2. അപ്പോൾ നമ്മുടെ MCQ സെറ്റ് 2 ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു.